ഹായ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചെമ്മീൻ ഫ്രൈ ആണ്. അപ്പൊ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ്. പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. ഒരുപാട് മസാലകളുടെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കണം. അപ്പൊ ഞാനിത് ക്ലീൻ ആക്കാനായിട്ട് ചട്ടിയിലിട്ട് കൊടുത്തേക്കുവാണ്. ഇനി ഇത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കും. അപ്പൊ നന്നായിട്ട് ഇതിന്റെ വേസ്റ്റ് ഒക്കെ കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുപൊടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. പിന്നെ നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം ഇതിലെ വെള്ളമെല്ലാം നല്ലതുപോലെ പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പൊ ഇതിലെ ഒരു ചട്ടിയിലേക്ക് ഞാനിതാ ഒരു 3 സ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം ഒരു ചെറിയ സ്പൂണിന് 3 സ്പൂണ് മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ്. ചെറിയ സ്പൂണിന് ആണ്, വളരെ ചെറിയൊരു സ്പൂണിനാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് വേറെ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല. പക്ഷെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് മസാലകളൊന്നും അധികം ചേർക്കാതെ ഇങ്ങനെ വറുത്തെടുക്കുന്ന നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് കുഴച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കരുത്. നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇനി ചെമ്മീനിട്ട് തിരുമിയെടുക്കാം. അപ്പൊ ചെമ്മീനിട്ട് നന്നായിട്ട് തിരുമിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് 10-15 മിനിറ്റ് മാറ്റി വെക്കണം. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞതിന്റെ കാരണം നമ്മളിത് വെള്ളം ഈ മസാല കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചാണ് കുഴയ്ക്കുന്നതെങ്കിൽ ഈ ചെമ്മീനിൽ നിന്ന് തന്നെ ഒരു വെള്ളം ഇങ്ങനെ ഇറങ്ങും. നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്ക് എണ്ണ ചൂടായതിനു ശേഷം വെള്ളവും ഈ മസാല ഈ ചെമ്മീനിൽ നിന്ന് വിട്ടുപോകും. അതിലെ മസാല ഇല്ലാതെ ചെമ്മീൻ മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കും. മസാല അതിൽ പിടിക്കാത്തതുപോലെ ആവും. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കണ്ട എന്ന് പറഞ്ഞത്. അപ്പൊ അത് നന്നായിട്ട് തിരുമ്മി എടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് വറുത്തെടുക്കാം. ഞാനിതാ പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് ചെമ്മീന് ഇട്ട് കൊടുക്കാം. അപ്പൊ തീ ഒരു മീഡിയം ലെവലിൽ വെച്ചതിന് ശേഷമാണ് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ തീയിൽ തന്നെ വറുത്തെടുക്കണം. അപ്പൊ ഈ ഇടുന്ന സമയത്ത് തന്നെ വെള്ളം ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിച്ചിട്ട് ഇങ്ങനെ ചെമ്മീനിൽ നിന്ന് തന്നെ മസാല ഇങ്ങനെ വിട്ടുപോകും. അപ്പൊ അതാണ് നമ്മൾ ഒട്ടും തന്നെ വെള്ളം പാടില്ല എന്ന് പറഞ്ഞത്. അപ്പൊ ചെമ്മീന്റെ ഒരു സൈഡ് നമ്മൾ മൂത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ അത് എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം ആദ്യം തന്നെ കറിവേപ്പില ചേർത്തതിനു ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് പകുതി മൂപ്പായിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഫ്ലേവർ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് ആ ചെമ്മീനിലേക്ക് പിടിക്കും. അപ്പം അതുകൊണ്ടാണ് ലാസ്റ്റ് നമ്മളിത് ചതച്ചിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒരു അല്പസമയം കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെമ്മീൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയാൽ മതി. അപ്പം ഞാൻ ഈ ഒരു രീതിയിൽ ചെമ്മീൻ ഫ്രൈ
ചെയ്യുന്നത് വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ല. വേറൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ വെള്ളമൊക്കെ ചേർത്താണ് മസാല തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പൊ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് വീണ്ടും ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതേപോലെ ചെറിയ തീയിലിട്ടതിന് ശേഷം നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത ചെമ്മീൻ വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. അപ്പം എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഇതുവരെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി.